പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ നമുക്കറിയാലോ പ്രാരാബ്ദമൊക്കെ ആകുമ്പോൾ സ്വാഭാവികമായിട്ട് ചോദിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ചോദിച്ച് ഒരുപാട് കഥാപാത്രങ്ങളിലൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഈ തെലുങ്കിലൊക്കെ ഞാൻ ഒരുപാട് പേരോട് ചോദിച്ചിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഞാൻ മേ ബി എന്റെ ക്യാരക്ടറിന്റെ ഒരു പ്രശ്നമായിരിക്കാം. പക്ഷെ ഇപ്പൊ അതെ നമ്മളൊന്നും ആർക്കും ആവശ്യമില്ല, നമ്മൾക്കാണ് ആവശ്യം. പിന്നെ തീർച്ചയായും അതെ അതെ. അപ്പം അതിനുവേണ്ടി നമ്മൾ പ്രയത്നിക്കണം. പക്ഷെ ഒരു കണക്കിന് അത് നല്ലത്. നമ്മളിങ്ങനെ എല്ലാവരുടെ അടുത്തും സംസാരിച്ചിലേക്ക് അതൊക്കെ ഒരു പോയിന്റ് വരെയുള്ളൂ. ഒരു പോയിന്റ് നമുക്ക് ഈ പ്രാരാബ്ദവും ഇതൊക്കെ ആയി കഴിയുമ്പോഴേക്കൊക്കെ വിട്ടുപോകും. നമ്മുടെ ലൈഫ് നമുക്കല്ലേ വലുത്. അത്രേ ഉള്ളൂ. ഇത് ഫോൾസ് ഇൻ ലവ് വെരി ഫാസ്റ്റ്. സ്കെപ്റ്റിക്കൽ എന്നൊക്കെ പറയാം. മിക്സ് ആണ്. നേരത്തെ പണ്ടൊക്കെ, അതായത് എനിക്കിപ്പോ ഒരാളോട് പെട്ടെന്ന് ദേഷ്യം വന്ന്, ഫോർ എക്സാമ്പിൾ എന്റെ വൈഫിന്റെ അടുത്തൊരു ദേഷ്യം വന്നു, അത് വിത്തിൻ നോ ടൈം ആ ദേഷ്യം മാറും. ചില ആൾക്കാരുണ്ട് അത് മനസ്സിൽ ഇങ്ങനെ കൊണ്ടു നടക്കും, അത് വെച്ചുകൊണ്ടിരിക്കും. പക്ഷെ എനിക്കത് പറ്റത്തില്ല. അതിന്റെ അർത്ഥം ഞാൻ ഭയങ്കര സോഫ്റ്റ് പേഴ്സൺ ആണ്. അതായത് ഇപ്പൊ എനിക്ക് ബിൽട്ടായിട്ട് വഴക്കുണ്ടാക്കാൻ പറ്റില്ല, എനിക്ക് ഈ ക്യാമറ ചേട്ടനായിട്ട് വഴക്കുണ്ടാക്കാൻ പറ്റില്ല. പറ്റിയ വഴക്ക് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കും. വെരി ഷോർട്ട് ടെമ്പേർഡാണ്. പെട്ടെന്ന് ഞാൻ അയ്യോ വേണ്ടായിരുന്നു, ഞാൻ ചിലപ്പം ഇപ്പം വഴക്കുണ്ടാക്കി ഇറങ്ങിയപ്പോ ഞാൻ തിരിച്ചൊക്കെ വന്നിട്ട് സോറി ഒക്കെ പറയാം, ഒന്ന് മനസ്സിലാക്കണ്ടെന്നൊക്കെ പറയും. അങ്ങനെ വഴക്ക് ഉണ്ടാക്കിയിട്ട് എന്റെ ലൈഫിൽ നിന്ന് പോയ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട്.